നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അഭിയോട് ജലജ പറഞ്ഞു, എടാ ഞാൻ ചെന്നിട്ട് ആ നയനയുടെ മനസ്സിനൊന്ന് തീ പിടിപ്പിക്കട്ടെ. നന്ദുവിന് ആക്സിഡന്റ് ഉണ്ടായ കാര്യം ഇപ്പൊ തന്നെ ചെന്ന് പറയാം. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ. ഇത് കേൾക്കുന്നതോട് കൂടിയിട്ട് അവളുടെ വയറ്റിലെ കുഞ്ഞങ്ങോട്ട് പോകണം. നല്ല കാര്യമല്ലേ? ദേ അമ്മേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നമുക്ക് ഉണ്ടാവാതെ നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ. പക്ഷെ അമ്മ അവരുടെ മുന്നിൽ ചെന്നിട്ട് അമിതമായിട്ട് ആഹ്ലാദ പ്രകടനം ഒന്നും നടത്തരുത്. കാരണം ഇനി അധികം വൈകാതെ ഒരുത്തൻ ജയിലില്ലാന്നുള്ള വാർത്തയും കൂടെ വരും. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അവരുടെ സങ്കടത്തിൽ പങ്കുചേർന്ന് നിന്നോണം. അമിതമായിട്ട് നമ്മൾ ആഹ്ലാദം പ്രകടിപ്പിച്ച അവർക്ക് എന്തേലും സംശയം തോന്നിയാലോ? എടാ, നിന്നെയും ജയിലിലായി കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാരും സന്തോഷിച്ച അതേ സന്തോഷം എനിക്ക് കാണിക്കണോടാ. കുറച്ച് കാലമായി ഞാൻ കാത്തിരിക്കുന്നേ. ദൈവമേ, ഇനി അമ്മയോട് സത്യങ്ങളെങ്ങാനും അവര് പറയോ ഇതൊരു നിമിത്തമായി തീരുവോ എന്നൊരു ചിന്ത അബിയുടെ മനസ്സിൽ പെട്ടെന്നുണ്ടായി. അപ്പോഴേക്കും അബി പറഞ്ഞു, അമ്മയ്ക്കറിയാലോ, നമ്മൾ സന്തോഷിക്കുന്ന കണ്ടാൽ ചിലപ്പോൾ അവർക്ക് നമ്മുടെ മേൽ സംശയം തോന്നാൻ കാരണമാവും. ഒരു കാരണവശാലും അത് പാടില്ല. സന്തോഷമൊക്കെ നമ്മുടെ ഉള്ളിൽ മതി. ഇത് കേട്ടതും ജലജ പറഞ്ഞ, ആയിക്കോട്ടെ, എന്നാലും അവളുടെ മുഖത്തെ ആ സങ്കടം എനിക്കൊന്ന് കാണണോടാ. അതുകൊണ്ടാ ഇപ്പൊ തന്നെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയണേ. പിന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയ എങ്ങാണ്ട് ടെമ്പോ വാനിട്ട് പോയി ഇടിച്ചാന്നൊക്കെ പറയുന്നു. ആർക്കറിയാം, ഇനിയിപ്പൊ കുറെ ഗുണ്ടകളെ അകത്തിട്ടവളല്ലേ അവള്. അപ്പൊ ശത്രുക്കൾ ആരെങ്കിലും ഇറങ്ങിയിട്ട് മനഃപൂർവ്വം വന്ന് ഇടിപ്പിച്ചാണെന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും നമുക്ക് സന്തോഷമുള്ള കാര്യമാടാ. ഞാനങ്ങ് ചെല്ലട്ടെ. കയ്യോടെ അവളെ ഒന്ന് കണ്ണീര് ഉടുപ്പിച്ചിട്ടുള്ളൂ. അതും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി. അബി ഇങ്ങനെ ആലോചിക്കുവാണ്, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് താൻ പ്രതീക്ഷിച്ച കാര്യമല്ല. ഇടയ്ക്ക് കയറി വന്ന് കിട്ടിയ കുറച്ച് നല്ല സന്തോഷ നിമിഷങ്ങളായത് എന്നതായിരുന്നു അബിയുടെ മനസ്സിലെ ചിന്ത. ജലജ നയനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നയനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ്. അങ്ങനെ ജലജ എന്നിട്ട് സങ്കടം അഭിനയിച്ചു ചോദിച്ചു, അല്ല മോളെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? എന്ത് കാര്യം? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം അപ്പച്ചി അറിഞ്ഞോന്ന് ചോദിക്കുന്നേ. ആ അവളുടെ വണ്ടിയുടെ പിന്നാലെ വേറെ വണ്ടി വന്ന് ഇടിച്ചെന്നോ അപകടത്തിൽ പെട്ടെന്നോ ഹോസ്പിറ്റലായെന്നൊക്കെ. ആരുടെ കാര്യം? ആരുടെ വണ്ടിയുടെ പിന്നാലെ? അത് പോലീസ് ജീപ്പിന്റെ പിന്നാലെ വേറൊരു വണ്ടി വന്ന് ഇടിച്ചെന്ന്. പോലീസ് ജീപ്പിന്റെ പിന്നാലെയോ? അതെ, നന്ദുവിന് അപകടം പറ്റിയെന്ന് പരിക്ക് പറ്റിയെന്നൊക്കെ പറയുന്നത് കേട്ടു. ഹോസ്പിറ്റലാന്ന് പോലും. ദേ അപ്പച്ചി, ഒരു കാര്യം പറഞ്ഞേക്കാം. നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തും വിളിച്ചു പോവാന്നാവരുത് കേട്ടോ. ഇതാ ഇപ്പം നന്നായത്. ഞാനിത് ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല, എന്നോടാരും വിളിച്ചു പറഞ്ഞതല്ല. ഞാൻ ന്യൂസിനകത്ത് കേട്ട കാര്യ. അല്ല, എന്നോട് എന്തിനാ ഇങ്ങനെ പറയണേ? കേട്ട കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. ഇതിപ്പോ എപ്പോഴാണെങ്കിലും നീ അറിയൂലോ മോളെ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ ഉടനെ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ആരുടെയും വിളിച്ചു ചോദിക്കുക. ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? അതും ഈ സമയത്ത് നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അങ്ങനെയൊക്കെ കൂടെ അഭിനയിക്കുവാണ് ജലജ. ഈ സമയത്ത് നയന ആകെപ്പാടെ ടെൻഷനായിപ്പോയി. കാരണം നയന ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പോഴേക്കും നയനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നയനയുടെ മുഖത്തെ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ജലജയ്ക്ക് മനസ്സിലായി ഇവള് നല്ല ടെൻഷൻ ആയിട്ടുണ്ട്. കാരണം ആദർശ് വിളിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു നയന. ആ സമയത്താണ് ഈ വാർത്തയും കൂടെ കേൾക്കണേ. എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് സമനില ഏറ്റുന്ന പോലെ തോന്നി. പിന്നീട് ജലജ ഒന്നുമില്ലാത്ത മട്ടി പറഞ്ഞു, ഓ, ഇനിയിപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ആക്കാൻ പോണ്ട. ഞാൻ പറഞ്ഞില്ലേലും നീ എപ്പോഴാണെങ്കിലും കാര്യം അറിയും. ഞാനും കൂടെ പോയേക്കാം. നിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഒരു കാര്യം കേട്ടപ്പോ പറയണമല്ലോ എന്ന് കരുതി പറഞ്ഞ. അതും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് തിരിഞ്ഞു. തന്റെ മോൻ ജയിലിൽ കിടന്നപ്പോഴേ ഇവളൊക്കെ ഇവിടെ കിടന്ന് കുറെ തുള്ളി ചാടിയതാ. അതിനൊക്കെ ഉള്ളതാടി കിട്ടുന്നേ. ഇനി ബാക്കി പുറകെ കിട്ടാൻ പോകുന്നുള്ളൂ. അതും പറഞ്ഞ് ജലജ സന്തോഷത്തോടുകൂടി അങ്ങോട്ട് തിരിഞ്ഞു പോവാണ്. നയനയ്ക്ക് കേട്ടതുപോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വെപ്രാളമായിരുന്നു അവൾക്ക്. പിന്നീട് ജലജ നേരെ പോയത് ഹബീയുടെ അടുത്തേക്കാണ്. ഹബീയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ, കയ്യോടുകൂടി അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ വയറ്റൊരു കുഞ്ഞുള്ള സമയല്ലേ. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിന് എന്തേലും ഒക്കെ സംഭവിക്കണമല്ലോ. ആ സമയത്ത് അബി പറഞ്ഞു, പ്രശ്നമാകുമോ? എന്ത് പ്രശ്നമാവാനായിട്ട്? അപ്പോഴേക്കുമാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം കേട്ട് ദേവേനെ അവിടെ നിൽക്കുകയാണ്. ആ സമയം ജലജ പറഞ്ഞു, ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് അതിനകത്തൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നവനെ ഈ ആദർശ്. എന്നിട്ടാണ് അവനെ കമ്പനിയുടെ MD ആക്കിയിരിക്കുന്നത്. ഇപ്പൊ അവനാണെങ്കിലോ ദുബായിക്ക് പോയ സമയത്ത് ആ സ്ഥാനം കൊടുത്തിരിക്കുന്ന അനിയും. എനിക്ക് സഹിക്കുന്നില്ലടാ. നിന്നെ എത്ര ദിവസം പിടിച്ച് ജയിലിലിട്ടതാ. അതിനുള്ള പ്രതികാരമായിട്ടാ ഇപ്പൊ ഞാൻ ആ കാര്യം പോയി അവളോട് പറഞ്ഞിരിക്കുന്നേ. നന്ദുവിന് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അതെങ്ങാനും കേട്ടിട്ട് അവളുടെ വയറ്റിൽ കിടക്കുന്ന നയനെന്ന് പറയുന്ന അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകുവാണെ പോട്ടെ. ഇത് കേട്ടോണ്ടെന്ന് ദേവേനെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം ദേവേനെ അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അബി പറഞ്ഞു, ഇനിയിപ്പം നമുക്ക് എന്ത് തിരിച്ചടി കിട്ടാനമ്മേ? തിരിച്ചടി കിട്ടാനൊക്കെ പോകുന്ന അവർക്കല്ലേന്ന് പറയാ. അത്രയും കേട്ടുകഴിഞ്ഞപ്പോ ദേവേനിക്ക് മനസ്സിലായി. ദേവേനിക്ക് മതിയായി. ദേവേനി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോവാണ്. പക്ഷെ ജലജയോ അബിയോ അറിഞ്ഞില്ല ദേവേനി
തങ്ങൾ തമ്മിലുള്ള സംസാരം ഇത് കേട്ടെന്നുള്ള കാര്യം. ആ സമയത്ത് ജലജ അബിയോട് ചോദിച്ചു, അല്ലട മോനെ, ഗൾഫിലെ കാര്യം എങ്ങനെയായി? വല്ല വിവരം അറിഞ്ഞോ? അത് അധികം വൈകാതെ തന്നെ സെറ്റ് ആയിക്കോളുമേ. ഇനി നമുക്ക് ഇരട്ടി സന്തോഷമല്ലേ വരാൻ പോകുന്നേ. അതങ്ങനെ തന്നെ വേണം. അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ളവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ഞാനും കാത്തിരിക്കുമായിരുന്നു. കുറെ കാലത്തെ ആഗ്രഹമല്ലേ ഈ വീട്ടിലുള്ള എല്ലാരും കരയണമെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, അതെ, എനിക്കൊരു സ്ഥാനമാനങ്ങളും തന്നിട്ടില്ല. പിന്നെ നവ്യയുടെ കാര്യം അറിയാലോ. അവളാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് മാത്രം അനുസരിക്കുന്നുള്ളൂ. അത് നല്ലൊരു കാര്യമാണ് മോനെ. അതുകൊണ്ടല്ലേ നമുക്കിവിടെ ഇപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത്. പിന്നീട് ജലജ പറഞ്ഞു, നിനക്കറിയാലോ, ആ നയനെന്ന് പറയുന്നവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകാനായിട്ട് ഞാൻ ജ്യൂസിനകത്ത് പൊടി കലക്കി കൊടുത്തു നോക്കി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്ത് അത്ഭുതം സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അബി പറഞ്ഞു, അല്ല അമ്മ ഇനിയിപ്പോ പൊടി മാറിയെങ്ങാനാണോ? അതല്ല, ശരിക്കും ഞാൻ ആ പൊടിമരുന്ന് തന്നെ കലക്കി കൊടുത്ത്. എടാ, ഇനിയിപ്പോ ആ ചന്തുമോളെങ്ങാനാണോ കുടിച്ചത്? ചന്തമോള് കുടിച്ചെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ടല്ലേ? എടാ, അതുണ്ടാവാൻ വഴിയില്ല. പൈനാപ്പിളും മുന്തിരിയും കൂടെ ചേർന്ന് അതിനകത്ത് ആ ഒരു ജ്യൂസ് അങ്ങനെയൊക്കെയല്ല ഞാൻ കലക്കി കൊടുത്തേ. ഇനിയിപ്പൊ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്നും അറിയത്തില്ല. കാരണം അവൾക്കിട്ടുള്ള പണിയാ ഞാൻ വെച്ചത്. പക്ഷെ ചന്തുമോള് കുടിച്ചാൽ അവൾക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പൊടിയായിരുന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സാരമില്ല, ഇതോട് കൂടിയിട്ട് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഭയങ്കര സന്തോഷത്തോടെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. അബിക്ക് സന്തോഷമായിരുന്നു. ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത നിസ്സാര വാർത്തയല്ല, നല്ലൊരു വാർത്ത തന്നെയാണ്. പിന്നീട് ജലജ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഹാളിൽ ദേവയാനി ഇരിക്കുന്നുണ്ട്. ദേവയാനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ജലജ ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു, അല്ല ഏട്ടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? നന്ദുവിന്റെ കാര്യങ്ങള് ഞാൻ അറിഞ്ഞായിരുന്നു. അതെന്റെ മരുമോള് പറഞ്ഞിട്ടല്ല, അല്ലാതെ അറിഞ്ഞു. കാരണം കാര്യം അറിഞ്ഞപടി അവൾ ഇവിടുന്ന് പോയെന്ന് പറയണം. അല്ല ഏട്ടത്തി, എന്നിട്ട് ഏട്ടത്തി എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കണമെന്നോ? നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുന്ന. പിന്നെ നന്ദുവിന് ആക്സിഡന്റ് ഉണ്ടായ കാര്യം എങ്ങനെ അറിഞ്ഞെന്നറിയാവോ? എന്റെ മരുമോള് പറഞ്ഞിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീയും നിന്റെ മോനും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായത്. എന്റെ ഭഗവാനെ, ചതിച്ചോ? തങ്ങൾ തമ്മിലുള്ള സംസാരം ഇവര് കേട്ടോ? എന്നാ തീർന്നു. പെട്ടെന്ന് ദേവേനെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ മരുമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോണമല്ലേ? അതാ നിന്റെ ആഗ്രഹമല്ലേ? എന്നും പറഞ്ഞു ചെന്നിട്ട് ജലജയുടെ കാരണം അടിച്ചു ഒറ്റയോണം കൂടി പൊട്ടിക്കുവാണ്. ഒരു നിമിഷം ജലജ പേടിച്ചു പോയി. എടി, കുറച്ച് നാളായി ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത് നിന്റെ കർണം തീർത്തൊന്ന് പൊട്ടിക്കണമെന്ന്. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? അപ്പോഴേക്കും ജലജ ചോദിച്ചു, എന്തിനാ ഏട്ടത്തി എന്തിനാ എന്നെ തല്ലിയത് എന്തിനാ നിനക്ക് മനസ്സിലായില്ലല്ലേ? അല്ല, ഏട്ടത്തിക്ക് തല്ലാൻ എന്താ? അതിനിപ്പം ഞാൻ അതിന് മാത്രം തെറ്റെന്താ ചെയ്തെന്നോ? നീ നിന്റെ മോനെ വളർത്തി വഷളാക്കി കളഞ്ഞേന. അതിനുള്ള തല്ല ഈ തന്നത്. ഏട്ടത്തി വെറുതെ അനാവശ്യം പറയരുത്. ഏട്ടത്തിയുടെ മോനാണ് പാമ്പടിച്ച ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് ഗർഭിണിയാക്കി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയത്. എന്നിട്ട് എന്നെ എന്റെ മോനെ കുറ്റപ്പെടുത്തുന്നോ? മിണ്ടരുത് നീ. മിണ്ടിയിട്ടാണ് ഞാൻ പലതും വിളിച്ചു പറഞ്ഞു പോകും. ഇതെന്റെ നാവിൻ തുമ്പത്ത് വന്ന് സത്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മോന്റെ വെഴുപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തി. ഇനി കൂടുതൽ നീ കളിച്ചാണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല. പിന്നെ നിന്റെ ഈ കവിളുണ്ടല്ലോ, കവിളത്ത് നന്നായിട്ടൊന്ന് എണ്ണയിട്ട് തടവ്. ഇനി തല്ലി കുറെ കിട്ടാനുള്ളതല്ലേ? ഞാൻ വലുതും വിളിച്ചു പറഞ്ഞാണ്ടല്ലോ. എന്റെ മോനുണ്ടല്ലോ ആദർശം, അവനെ പോലൊരു പയ്യൻ ഇന്നത്തെ ജനറേഷനിൽ ഉണ്ടോന്ന് പോലും അറിയത്തില്ല. അവനുള്ളതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നേ കാണായിരുന്നു. മേലാല് എനിക്കും എന്റെ മരുമോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോണ്ടല്ലോ, എന്റെ മരുമോൾക്കെതിരെ തിരിഞ്ഞ് നീ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ദേവേനിയെ കാണുന്നേ. കുറെ കാലമായി ഞാൻ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോന്നേ. ഇനി അതില്ല. നീ വടി കൊടുത്ത അടി വാങ്ങിക്കുക ജലജ ചെയ്യുന്നേ. എന്നെ കൊണ്ട് ഇനി ചെയ്യിക്കരുത്. മര്യാദക്കിരുന്നാ നിനക്കും കൊള്ളാം. ഇനി ഞാൻ പറച്ചിലുണ്ടാകത്തില്ല, ഇതുപോലെ തല്ല ഉണ്ടാകത്തുള്ളൂ. ജലജ പറഞ്ഞു, എന്റെ കൈക്ക് ആരോഗ്യമില്ലെന്ന് കരുതരുത്. ഞാനും തരും. അന്നാ വാടി ഇങ്ങോട്ടെ, തല്ലാൻ വാടി. അമ്മ കാണട്ടെ, കണ്ടിട്ട് തന്നെ കാര്യം. നിനക്ക് അത്രയ്ക്ക് ചുണയുണ്ട്, നീ ഒന്ന് തല്ലി നോക്ക്. ഈ ദേവേനെ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. അതും പറഞ്ഞിട്ട് ദേവേനയും കൂടി പോയി കഴിഞ്ഞപ്പോ കവളത്ത് കൈയും വെച്ചോണ്ട് ആകെപ്പാടെ വല്ലാത്തൊരു വെപ്രാളത്തോടുകൂടി ജലജ നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ജലജ നേരെ അബിയുടെ അടുത്തേക്ക് വരുവാണ്. വന്നിട്ട് ചോദിച്ചു, സത്യം പറയടാ, ആ ചന്തുമോള് നിന്റെ കുഞ്ഞാണെന്ന് ചോദിക്കണം. അമ്മ എന്തു വർത്താനായി പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് അബി ചാടി എഴുന്നേറ്റു. ഫോണിനകത്തൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുവായിരുന്നു അബി. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ല, അമ്മയോട് ആരെപ്പി കള്ളക്കഥയൊക്കെ പറഞ്ഞേ? അവളുണ്ടല്ലോ, ആ ദേവേനി, എന്റെ ഏട്ടത്തി എന്ന് പറയുന്നവള് പറയുക മാത്രമല്ല എന്റെ കർണത്തൊന്ന് പൊട്ടിക്കുകയും ചെയ്തു. ചന്തുമോളെ കുറിച്ച് പറഞ്ഞിട്ടാ തല്ലിയത്. എന്തിനാണെന്നറിയോ? നിന്റെ വിഴുപ്പ ആദർശ് ചുമക്കുന്നതെന്ന് എന്തോ പറയാനായിട്ട് വന്ന. പക്ഷെ പറയാമെന്ന കാര്യം മൊത്തം മുഴുവിപ്പിച്ചില്ല. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന്. അബി പറഞ്ഞു,
അയ്യോ അമ്മേ, അവരങ്ങനെ പല കള്ളത്തരങ്ങളും പറയാൻ ശ്രമിക്കും. അമ്മ അതൊന്നും വിശ്വസിക്കാൻ പോണ്ട. തൽക്കാലത്തേക്ക് ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ സത്യം അതാണെങ്കിലുണ്ടല്ലോ, പിന്നെ നീ എന്നെ ജീവനോടെ കാണത്തില്ല. ഹ്, അല്ലെങ്കിലും ആദർശിന്റെ മോളാണ് ചന്തു എന്ന് അറിഞ്ഞതിന് ശേഷം ഓരോ കാര്യത്തിനും തെരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഏട്ടത്തിയൊക്കെ എന്നെ. പക്ഷെ ഇനി അതെങ്ങാനും അങ്ങനെയല്ല നിന്റെ മോളെന്നെങ്ങാനും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് കയറിപ്പോയി. അഭി ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ദേവേന്റെ അടുത്തേക്ക് അഭി വരുവാണ്. അഭി വന്ന് ദേവേനയുടെ കാലിലേക്ക് വീണു. ദേ അമ്മായി, ദൈവത്തെ ഓർത്ത് എന്നെ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് പറയാണ്. ദേവേന് പറഞ്ഞു, മര്യാദയ്ക്കിരുന്നാ നിനക്ക് കൊള്ളാം, അറിയാലോ. നീ നിന്റെ അമ്മ എല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ നയനമോളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനല്ലടാ നോക്കുന്നേ. അമ്മായി, അമ്മായി നവിയോട് കാര്യങ്ങളൊന്നും പറയരുത്. അമ്മയോടും ആരോടും കാര്യങ്ങളൊന്നും പറയില്ല. പറയരുതെങ്കിൽ നീ മര്യാദയ്ക്കിരിക്കണം. മാന്യം മര്യാദയ്ക്കിരിക്കുവാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? നീ നിന്റെ അമ്മയൊക്കെ ചേർന്നിട്ട് എന്താടാ ചെയ്യുന്നേ? നിന്റെ അമ്മയൊക്കെ അടക്കി നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ, സത്യങ്ങളൊക്കെ എനിക്ക് വിളിച്ചു പറയേണ്ടതായിട്ട് വരും. അത് കേട്ടതും അഭി പറഞ്ഞു, അമ്മായി അതൊക്കെ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്റെ അവസ്ഥ എന്തായി തീരൂന്ന്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ കൂടുതലൊന്നും പറയരുത്. എന്റെ മുന്നിൽ നിന്റെ കള്ളക്കണ്ണീരൊന്നും എനിക്ക് കാണണ്ടാന്ന് പറയണം. അപ്പോഴേക്കും നബി അങ്ങോട്ട് ഇറങ്ങി വന്നു. നബി എന്നിട്ട് എന്താ എന്താ ഇവിടെ അഭി എന്ന് ചോദിക്കണം. അത് പിന്നെ ആദർശേട്ടൻ വിളിച്ചല്ലോ, അതിന്റെ വിഷമത്തിലിരിക്കുക അമ്മായി. അപ്പൊ അമ്മായിയെ ഞാനൊന്ന് സമാധാനിപ്പിക്കുമായിരുന്നു. എന്തിനാ ഇവരെ സമാധാനിപ്പിക്കുന്നേ? നീയെ ഒരു 10-14 ദിവസം ജയിലിൽ കിടന്ന സമയത്ത് ആരെങ്കിലും സമാധാനിപ്പിക്കാൻ വന്നായിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഇവരെ സമാധാനിപ്പിക്കേണ്ട കാര്യം എന്താടാ? ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, നീ നാവടക്കി വെക്കുന്ന നിനക്ക് നല്ലത്. നിന്റെ അമ്മായിമ്മയ്ക്കിട്ട് ഒരെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്റെ കൈ നിന്റെ കർണത്തും പതിയും. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കണ്ടേ നബിയെ? പിന്നെ മിണ്ടാതിരിക്കണം പോലും. ദേവേനെ വെച്ചു, നിന്റെ അനുജത്തിക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് നീ എന്താടി പോവാത്തെ? എനിക്ക് പോണം തോന്നിയില്ല. എന്തിനു ഞാൻ പോണം? അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരാവശ്യം വന്നപ്പോ തിരിഞ്ഞു നോക്കാത്തവളുമാരല്ലേ, പിന്നെ ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദേവേനി പറഞ്ഞു, ഒന്നുമല്ലെങ്കിൽ നിന്റെ കൂടെ പറഞ്ഞവളല്ലേടി. കൂടെ പറഞ്ഞവള് എന്റെ അനുജിത്തിമാരാ, എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇപ്പം അവൾമാര് കാരണ എന്റെ ജീവിതം താർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഞാൻ അവളെ കാണാൻ പോണല്ലേ? ഞാൻ പോകാനൊന്നും പോകുന്നില്ല. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, എന്നെ കൊണ്ട് കൂടുതൽ നീ പറയിപ്പിക്കരുത്. ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും. പിന്നെ നീ ഇവിടെ കിടന്ന് കരയത്തുള്ളൂ എന്ന് പറയണം. ദേഷ്യം വന്നിട്ട് നവി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അഭി പറഞ്ഞു, അമ്മായി ദൈവത്തെ ഓർത്തൊന്നും പറയരുത്. പറയാതിരിക്കണേ, നീ മര്യാദയ്ക്കിരിക്കടാ. അമ്മായി എന്തേലും സത്യങ്ങൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്തോളൂ. എനിക്ക് പിന്നെ ജീവിക്കാൻ പോലും പറ്റില്ല, അറിയാലോ. എടാ, നീ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും വരത്തില്ല. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ തന്നെ നിന്നെ കൊന്നോളൂ. പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? അതും പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അവിക്ക് മനസ്സിലായി താൻ പെട്ടാന്നുള്ള കാര്യം. ഇവരെ അനുനയിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ തനിക്കിട്ടുള്ള പാര എന്താണെങ്കിലും ഇവര് തന്നെ പണിയൊന്നും മനസ്സിലായി. ഇതേ സമയത്ത് നവീനും നരസിംഹ വക്കീലും സഹൃദയനും ഒക്കെ സംസാരിക്കുകയാണ്. നവീനാണ് ആ കാര്യം പറയണേ. നന്ദു ഞാനും കൂടെ കണ്ടുമുട്ടിയായിരുന്നു. കാരണം എനിക്ക് അവളൊരു ട്രീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയെ അവൾ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലായിരുന്നു എനിക്ക് ട്രീറ്റ് തന്നെ. പക്ഷെ അങ്ങനെ തിരികെ പോകുന്ന വഴിക്കാണ് ആ ഗുണ്ടയെ പിടികൂടിയതിന്റെ പേരിൽ അയാളുടെ കൂട്ടുകാരാണ് ഈ ചതി ചെയ്തിരിക്കുന്നു പറയണം. അത് കേട്ടപ്പോ നരസിംഹ വക്കീൽ പറഞ്ഞു, അല്ലെങ്കിലും ആ പെങ്കൊച്ചാണ് കുറെ ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. അങ്ങനെ അവളെ കുറിച്ച് തന്നെ ഇങ്ങനെ നവീൻ പറയുന്നത് കേട്ടപ്പത്തിന് സഹൃദയം പറഞ്ഞു, അല്ല ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ആ പെൺകുട്ടിയുടെ പേര് ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇനിയിപ്പൊ ആ കുട്ടിയെങ്ങാനും ആണോ സാറിന്റെ മനസ്സിലുള്ളതെന്ന് ചോദിച്ചു. നരസിംഹ വക്കീൽ പറഞ്ഞു, എന്താടാ അങ്ങനെ എന്തേലും ആണോ? ഇത് കേട്ടോണ്ടാണ് ചായയൊക്കെ ആയിട്ട് പത്മ അങ്ങോട്ട് വരുന്നത്. പത്മ വന്നിട്ട് പറഞ്ഞു, അല്ല ഏത് പെൺകുട്ടിയെ കുറിച്ചാ നിങ്ങൾ പറയണേ? സഹൃദയം പറഞ്ഞു, അല്ല ആ നന്ദു എന്ന് പറയുന്ന കുട്ടിയുണ്ടല്ലോ, അവളെ കുറിച്ചാ പറയുന്നേ. അവൾക്കിപ്പോ ആക്സിഡന്റ് ഉണ്ടായല്ലോ. ഞാൻ പറയുമായിരുന്നു ഇനിയിപ്പൊ അവൾ എങ്ങാനും ആണോ സാറിന്റെ മനസ്സിലുള്ളതെന്ന്. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേറെ ഏത് പെൺകുട്ടിയെ കുറിച്ച് നീ പറഞ്ഞാലും കുഴപ്പമില്ല, അവളെ പോലോട് ഒരുത്തിയെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ. ഇത് കേട്ടതും നവീൻ പറഞ്ഞു, എന്റെ അമ്മേ, ഈ സഹൃദയം വെറുതെ ചുമ്മാ പറയുന്ന. അമ്മ അന്നും കാര്യമായിട്ട് എടുക്കണ്ട. കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. നല്ല അടക്കം ഒതുക്കമുള്ള പെൺകുട്ടികൾ മതി ഈ വീട്ടില്. അല്ലേലെ തന്റേടികളായിട്ടുള്ള ഒറ്റൊരുത്തിയും വേണ്ട. നിനക്കറിയാലോ, കുഞ്ഞിനാളിലെ മുതലേ ഞാൻ കുറെ സ്വപ്നം കണ്ടിട്ടുണ്ട്. നിന്റെ കല്യാണം, നല്ലൊരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വരുന്നേ, ഈ വീടിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടി. അതുപോലെ ഒരു കുട്ടി മാത്രമേ വീട്ടിലേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ കാണും. ഇത് കേട്ടതും നവീൻ പറഞ്ഞു, അമ്മേ വെറുതെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞെന്ന് ഓർത്തുണ്ട് അമ്മ അന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ അന്നും കണക്കിലെടുക്കുന്നില്ല. പക്ഷേങ്കില് ഇനി നന്ദു എങ്ങാനാ നിന്റെ മനസ്സിലുള്ളെങ്കില്
എന്റെ തനി സ്വരൂപം നീ കാണും, പറഞ്ഞേക്കാം. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എടാ നിന്റെ മനസ്സിലുള്ള ആരാന്ന് വെച്ചാൽ തുറന്നു പറ, ഇല്ലെങ്കിലുണ്ടല്ലോ അത് ദിവസങ്ങൾ കഴിയുന്തോറും അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കത്തുള്ളൂ, ഒടുവില് നീ കരയേണ്ടതായിട്ട് വരുമെന്ന് പറയണം. അത് കേട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നവീനിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.